സിനിമാ മേഖലയ്ക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ. സിനിമാ മേഖലയെ സർക്കാർ കാണുന്നത് കറവ പശുവായാണ്. സബ്സിഡി ലഭിക്കുന്നില്ല. കോൺക്ലേവ് നടത്തിയിട്ടും സഹായമുണ്ടായില്ല. നിർമ്മാതാക്കൾ ധനകാര്യമന്ത്രിക്ക് കത്തുകൊടുത്ത് മടുത്തു. ജനുവരി 21-ന് സൂചനാ സമരം കഴിഞ്ഞും തീരുമാനമായില്ലെങ്കിൽ അടുത്ത നടപടികളിലേക്ക് കടക്കാനും ഫിലിം ചേംബറിന്റെ തീരുമാനം. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമ്മുടെ ഇതിപ്പോ ഈ എന്റർടൈൻമെന്റ് ടാക്സിന്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. ഇടയ്ക്ക് അത് ഒരു പ്രാവശ്യം എടുത്തു കളഞ്ഞിട്ട് വീണ്ടും അത് ഇംപ്ലിമെന്റ് ചെയ്തു. അത് വലിയ കഷ്ടമാണ്. ഒന്നും ചെയ്തു തരും. ഇത്രയും നാളായിട്ട് സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തരുന്നില്ല. സിനിമാ ഇൻഡസ്ട്രിക്ക് ഒന്നും ചെയ്തു തരുന്നില്ല. നമ്മളൊരു വെറും കറവ പശുവായിട്ട് കിട്ടുന്നതെല്ലാം അങ്ങോട്ട് എടുക്കുക എന്നുള്ളതല്ലാതെ തിരിച്ചൊന്നും തരുന്നില്ല. ഇവിടെ നിങ്ങൾ എല്ലാവരും ഒന്ന് അന്വേഷിച്ച് നോക്കും സബ്സിഡി എത്ര ഉണ്ടെന്നുള്ളത്. ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ ഓരോ സ്റ്റേറ്റുകളും കൊടുക്കുന്ന സബ്സിഡി കോടിക്കണക്കിന് രൂപയാണ് സബ്സിഡി കൊടുക്കുന്നത്. ഇവിടെ തരുന്ന 5 ലക്ഷം രൂപ എന്തോ ചെയ്യാൻ? മൂക്കുപ്പടി വാങ്ങിക്കാൻ തികയില്ല. ഒന്നും സിനിമാ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഈ 10 കൊല്ലം ഈ സർക്കാർ ഒരു ചുക്കും ചെയ്തിട്ടില്ല. കോൺക്ലേവ് നടത്തി ഞങ്ങൾ വിചാരിച്ച് എന്തൊക്കെയോ സംഭവിക്കുന്നു. ഒന്നുമില്ല. ചുമ്മാ ഇതൊക്കെ ഒരു ഐ വാഷ് അല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. ബീന റാണി ചേരുന്നുണ്ട്. ബീന, സിനിമാ മേഖലയ്ക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് വിമർശനം ഉയരുന്നത്. വിവരങ്ങൾ. നിലിമ, ഏറെക്കാലമായി സിനിമാ മേഖലയിലെ വിവിധ സംഘടനകൾ സർക്കാരുമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചർച്ച നടത്തുകയും കോൺക്ലേവിന് ശേഷം എല്ലാം പരിഹരിക്കാമെന്ന് അവർക്ക് വാക്കുകൊടുക്കുകയും ചെയ്തതാണ്. എന്നാൽ നാളിതുവരെ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. സർക്കാർ സിനിമാ മേഖലയോട് കടുത്ത അവഗണനയാണ് കാട്ടുന്നത് ചൂണ്ടിക്കാട്ടി ഈ മാസം 21 മുതൽ 21-ന് സൂചനാ പണിമുടക്ക് നടത്താനിരിക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ സിനിമാ മേഖലയിലെ വിവിധ സംഘടനകൾ. ഇതിന്റെ ഭാഗമായി ഇന്ന് കൊച്ചിയിൽ വിവിധ സംഘടനകളുടെ യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം സംഘടനാ ഭാരവാഹികൾ ഉന്നയിച്ചത്. സർക്കാർ ചർച്ച നടത്താമെന്ന് പറയുന്നതല്ലാതെ യാതൊരു ചർച്ചയും നടത്തുന്നില്ല. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ അത് ചർച്ച ചെയ്യാൻ, ഇല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതും ഉണ്ടായില്ല. കഴിഞ്ഞ ജൂൺ മാസത്തിൽ തന്നെ ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ച് സർക്കാരിനെ സമീപിച്ചപ്പോഴാണ് കോൺക്ലേവിന് ശേഷം നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചത്. എന്നാൽ അതും ഉണ്ടായില്ല. പ്രധാനമായും GSTക്ക് പുറമെയുള്ള വിനോദ നികുതി ഒഴിവാക്കുക, സിനിമാ മേഖലയ്ക്ക് പ്രത്യേക താരിഫ് സംവിധാനം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വിവിധ സംഘടനകൾ മുന്നോട്ട് വെച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് സംഘടനാ ഭാരവാഹികൾ രൂക്ഷമായ വിമർശനം, അതായത് തങ്ങൾ വെറും കറവപ്പശുവായി മാത്രം മാറി കിട്ടുന്നതെല്ലാം അങ്ങോട്ടെടുക്കുന്നു, സബ്സിഡി കിട്ടുന്നില്ല. അതായത് സിനിമാ മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നികുതി ഇനത്തിൽ വരുമാനം ലഭിക്കുന്ന ഒരു വ്യവസായമാണ് സിനിമാ മേഖല. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വരുമാനം സർക്കാരിന് ലഭിക്കുമെന്നായിട്ടും ഈ മേഖലയോട് സർക്കാർ കാട്ടുന്നത് കടുത്ത അവഗണനയാണെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. 10 വർഷമായി അവഗണന നേരിടുന്നു. 10 വർഷമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ഇതിലൊന്നും തന്നെ യാതൊരു കാര്യവും സർക്കാർ ചെയ്യുന്നില്ല. കടുത്ത അവഗണനയാണ് സർക്കാർ ഈ മേഖലയോട് കാട്ടുന്നതെന്ന ഒരു വിമർശനമാണ് ഇന്ന് വിവിധ സംഘടനകൾ ചേർന്ന് ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ മാസം 21-ന് സൂചനാ പണിമുടക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് മെമ്മോറാണ്ടം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. സൂചനാ സമരം കഴിഞ്ഞും തീരുമാനമൊന്നും ആയില്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് നീങ്ങാനാണ് സംഘടനകളുടെ തീരുമാനം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സംഘടനകൾ യോഗം ചേർന്ന് ജനുവരി മാസം മുതൽ സർക്കാർ തിയേറ്ററുകൾക്ക് സിനിമ നൽകില്ല എന്നൊരു തീരുമാനമെടുത്തിരുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത്. എന്തായാലും സിനിമാ മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നേരത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഏതാണ്ട് 154 സിനിമകൾ റിലീസ് ചെയ്തെങ്കിലും വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് വിജയം കണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യവസായം മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. 10 വർഷമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളിന്മേൽ ഒരു നടപടിയും സർക്കാർ കൈക്കൊള്ളുന്നില്ല. ഈ സൂചനാ സമരം 21-ന് നടക്കുന്ന സൂചനാ സമരത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിലും വലിയ സമര പരിപാടികളുമായി മുന്നോട്ട് നീങ്ങാനാണ് ഇപ്പോൾ സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് അടുത്ത നടപടി എന്ന നിലയിൽ ഈ വലിയ സമര പരിപാടികളിലേക്ക് നീങ്ങും. നിലവിൽ 21-ന് നടക്കുന്ന സൂചനാ സമരത്തിൽ ഷൂട്ടിംഗ് നിർത്തിവെക്കും, തിയേറ്ററുകൾ അടച്ചിടും തുടങ്ങിയ കാര്യങ്ങളും സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും
സർക്കാർ യാതൊരു നടപടിയും കൈക്കൊള്ളാത്ത ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധവുമായി ഒപ്പം തന്നെ സമര പരിപാടികളുമായി സിനിമാ മേഖല സ്തംഭിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകാനാണ് വിവിധ സിനിമാ സംഘടനകൾ ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. നീലിമ. ഓക്കെ ബീന.